ഓം ശാന്തി. ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും നല്ല വരദാനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ മനസ്സ് കടിഞ്ഞാണില്ലാത്തൊരു കുതിര പോലെ പായുകയാണെന്നും അതിനാർക്കും നിയന്ത്രിക്കാനാവില്ല എന്നുള്ളതായിട്ടൊരു വിശ്വാസത്തിലാണ് ഇന്നത്തെ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നത്. പക്ഷേ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും മനസ്സിനെ സ്നേഹിക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ ശക്തിശാലിയാക്കി മാറ്റി ആ മനസ്സിലെ സങ്കല്പധാരയുടെ ശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ എല്ലാ മനുഷ്യന്മാരും അവരെന്ത് ചിന്തിക്കുന്നു ആ ചിന്തകളുടെ ആധാരത്തിലൂടെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നിമിഷം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സത്യമായിട്ട് ഭവിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ബോധ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അനുഭവിച്ച ചിത്രങ്ങളുടെ വേദനകളുടെ എല്ലാം തന്നെ പരിണിത ഫലങ്ങളാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു റിലേഷൻ, എനിക്കൊരു ബന്ധത്തെ വീണ്ടും നന്നാക്കിയെടുക്കണം. എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് കുറച്ച് പിണങ്ങി നിൽക്കുകയാണ്, എൻ്റെ വൈഫ് എന്നിൽ നിന്ന് പിണങ്ങി നിൽക്കുകയാണ്, അഥവാ എൻ്റെ പേരൻസ് എന്നോടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷനെ നന്നാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രങ്ങൾ, എൻ്റെ മനസ്സിൽ അതിനുള്ള വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അത്തരം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും ചോദിക്കും, അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മനസ്സ് തീവ്രമായിട്ട് ആഗ്രഹിക്കില്ലേ, എനിക്ക് ആ കാര്യം നടന്ന് കിട്ടണം എന്ന് തീർച്ചയായിട്ടും തീവ്രമായിട്ട് ആഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് ആയിട്ട് പല ഫയലും നമ്മൾ സേവ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് കാണാൻ എളുപ്പത്തിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് ആ ചിത്രം കണ്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ അതിനുള്ളിൽ സേവ് ചെയ്ത് വെച്ച സാധനങ്ങൾ അതല്ലേ ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലൂടെ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ടോ, അതൊരു റിലേഷനാണെങ്കിലും അതല്ല എൻ്റെ ഷോപ്പ്, അതിലൂടെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് ഓപ്പൺ ചെയ്തൊരു ഷോപ്പ്, ആ സ്വപ്നത്തിലേക്ക് എത്തുന്നില്ല, അതിന് പകരം നേരെ താഴേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പഴയ സ്വപ്നങ്ങളെല്ലാം ഓർമ്മ വരിക, ഈ അടുത്തിടെ അതുകൊണ്ട് അനുഭവിച്ചതായിട്ടുള്ള വിഷമങ്ങളാണ്. ഒരു റിലേഷൻ എന്ന് പറയുന്ന സമയത്ത് ആ റിലേഷനെ നമ്മൾ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ ഈ അടുത്തിടെ കടന്നു പോയതായിരിക്കുന്ന ആ വേദനകളെ, ആ കടുത്ത വാക്കുകളെ, ആ പെരുമാറ്റങ്ങളെ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ഫയല്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ ഓർക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരം ചിത്രങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആവും. അത്തരം ചിത്രങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബോധ മനസ്സിൽ ആ ഒരു ബന്ധത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി അവരെ ഓർത്തത്. പക്ഷേ അവിടെ ക്ലിക്കായിപ്പോൾ ഓപ്പൺ ആയത് മുഴുവൻ നമ്മുടെ മനസ്സിലെ സങ്കടത്തിൻ്റെ ഫയലുകളാണ്. സങ്കടത്തിൻ്റെ ഫയലുകളാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള എനർജി അത് തീർച്ചയായിട്ടും ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ വൈബ്രേഷൻ മാത്രമേ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തു വരുന്നുണ്ടോ അത് എന്നിലേക്ക് ആകർഷിക്കപ്പെടുക എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അതിനനുബന്ധമായിരിക്കുന്ന വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളുമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നത്, ഞാൻ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചത് റിലേഷൻ, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടത് അത്തരത്തിലായിട്ട് നെഗറ്റീവ് വൈബ്രേഷൻസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരകലുകയാണ് ചെയ്യുന്നത്, അടുക്കുകയല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, 2 കപ്പ് മെത്തേഡ് ചെയ്യാൻ തുടങ്ങി, നേരെ ഓപ്പോസിറ്റ് ഫലം കിട്ടി എന്നൊക്കെ പലരും പറയുന്നത്. അതുകൊണ്ട് ഒരു വിഷമവും കൂടാതെ നമ്മുടെ മനസ്സിനെ മിത്രമാക്കി മാറ്റാനുള്ളതായിരിക്കുന്ന ട്രെയിനിങ് ആണ് മെഡിറ്റേഷൻ. മനസ്സിൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റീനെ ഇല്ലാതാക്കാനും മനസ്സിൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിലൂടെ യഥാർത്ഥമായ പോംവഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് രാജയോഗ മെഡിറ്റേഷൻ. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് മനസ്സിനെ ശക്തിശാലിയാക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അഫർമേഷൻ ചെയ്യുന്നതെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. വിചാരിക്കുന്ന പോസിറ്റീവായിരിക്കുന്ന എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലെ സങ്കല്പം കൊണ്ട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിനെ ഏത് വസ്തുവിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ അതിനെ ശുദ്ധീകരിക്കേണ്ടതും അതിനെ ശക്തമാക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് മനസ്സിനെ മിത്രമാക്കാൻ വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ.
ഫ്രീ ആയിക്കൊണ്ട് രാജയോഗ മെഡിറ്റേഷൻ്റെ ട്രെയിനിങ്സ് ബ്രഹ്മകുമാരി സെൻറ്ററിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് സെൻറ്ററിൽ പോകണം, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കണം. എന്നിട്ട് ആ മെഡിറ്റേഷനിലൂടെ റെഗുലർ ആയിരിക്കുന്ന സ്റ്റഡിയിൽ പറയുന്നതായിരിക്കുന്ന ഹൈ ആയിരിക്കുന്ന നമ്മുടെ എയിം ക്രിയേറ്റ് ചെയ്യും. മനസ്സ് നിങ്ങൾക്കറിയോ, നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഒറിജിനലായിരിക്കുന്ന സ്വഭാവം, മനസ്സിൻ്റെ ഒറിജിനലായിരിക്കുന്ന സ്വഭാവം സ്വസ്ഥമായിരിക്കലാണ്. ആ സ്വസ്ഥതയുടെ എല്ലാവിധ ടെൻഷൻ്റെ ഉള്ളിലും എനിക്ക് ഭഗവാൻ എൻ്റെ കൂട്ടുണ്ട്, ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈശ്വരനാണ് എന്ന് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റിയ ആ സമയം മനസ്സനുഭവിക്കുന്ന സുഖത്തിൻ്റെ അവസ്ഥ അൺലിമിറ്റഡ് ആണ്. ആ സുഖത്തിൻ്റെ അവസ്ഥ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ നെഗറ്റീവ് ഫയൽസൊക്കെ തന്നെത്താൻ ഡിലീറ്റായി പോകാൻ തുടങ്ങും. അത് ഡിലീറ്റ് ആവുന്നതിനനുസരിച്ച് പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങും. ആ പോസിറ്റീവ് എനർജിയുടെ ആധാരത്തിൽ നിങ്ങൾ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യൂ, നമ്മളുള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ഊർജ്ജത്തെ പുറത്തേക്ക് പ്രവഹിപ്പിക്കൂ, സിമിലർ ആയിരിക്കുന്ന പോസിറ്റീവായിരിക്കുന്ന എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയിലൂടെ മനസ്സിനെ പോസിറ്റീവാക്കി ജീവിതത്തെ സുഖകരമാക്കി മാറ്റാൻ അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും തൊട്ടടുത്ത BK സെൻറ്ററിൽ പോകണം, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കണം, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കണം. മെഡിറ്റേഷനിൽ ഡെയിലി മനസ്സ് ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യൂ, മനസ്സിനെ ക്ലീൻ ചെയ്യേ. ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ശുദ്ധമാകുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങൾ സത്യമായി ഭവിക്കും. അങ്ങനെ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാനും നിങ്ങളുടെ മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓം